can discuss the ninth problem of the same exercise. I will read the question. Find the lateral or curved surface area of the closed cylindrical petrol storage tank that is 4.2 meter in diameter and 4.5 meter height. Okay, we need to find the lateral or curved surface area of the closed cylindrical petrol storage tank. Close ചെയ്തിട്ടുള്ള petrol ടാങ്കിൻ്റെ ആണ് നമുക്ക് കാണേണ്ടത്. That is 4.2 meter in diameter and 4.5 meter height. Height and the diameter is given. So what do you need to do? എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? We need to and the second one, how much steel was actually used if 1/2 of the steel actually used was wasted in making the tank. Okay, so some questions and simple ആണത്, വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്യാൻ. So to find the lateral surface area of closed cylindrical petrol storage tank that എന്തൊക്കെ തന്നിട്ടുള്ളത്, നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, സിമ്പിളാണ്, ആൻഡ് ഹൈറ്റ് ആൾസോ ഗിവൺ അല്ലേ. സോ ഈ രണ്ട് കാര്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ആ ടാങ്കിൻ്റെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. സോ ഡയമീറ്റർ, ദ ഡയമീറ്റർ ഈസ് ഹൗ മച്ച് ഈസ് ഗിവൺ, ഡയമീറ്റർ തന്നിട്ടുണ്ട് 4.2 meter and height is how much is given. height നിങ്ങൾക്ക് എത്ര ആണെന്നുള്ളത്, height is 4.5 meter. height is 4.5 meter. 4.5 meter. Now what you can do, we need to find a lateral surface area അല്ല, lateral surface area or curved surface area. lateral surface area CSA അല്ല, CSA equal to 2 pi RH അല്ല, 2 pi RH, that is the same as curved surface area അല്ല, equal to 2 into what is the value of pi, 22/7 into what is R, നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ല, റേഡിയസ് ഈസ് ദ ഹാഫ് ഓഫ് ഡയമീറ്റർ, റേഡിയസ് ഈസ് ദ ഹാഫ് ഓഫ് ഡയമീറ്റർ, ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ്. So what is diameter? 4.2/2 into. Okay, so ഞാൻ എന്തുകൊണ്ടാണ് ഈ by 2 എന്ന് പറഞ്ഞത് അറിയാം. ഞങ്ങൾക്ക് 2.1 എന്ന് എഴുതാം, പക്ഷേ ഇവിടെ ഈ 2 നമുക്ക് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് വൈ. അതുകൊണ്ടാണ് നമ്മൾ ചില പ്രോബ്ലത്തിൽ നമ്മൾ 3.14 ആവും ചിലപ്പോൾ, ഇൻസ്റ്റെഡ് ഓഫ് 22/7. രണ്ട് പൈക്ക് രണ്ട് വാല്യൂ ഉണ്ട്. വൺ ഈസ് 22/7, അതർ വൺ ഈസ് 3.14. സോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത് അതിന് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ 4.2/2 into what is H, 4.5. that is the value of H is 4.5. that is the height, equal to, you can cancel this two you can cancel. Now what you can do, you can multiply this 22 into 4.2 അല്ല, 22 into 4.2 അങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ what is R, that is 4.2/2 we are getting. സോ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് 2 into 22/7 നമ്മൾ കൊടുത്തു, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2.1. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ 2.1 എന്ന് എഴുതാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകാം. സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് while you are multiplying you will get how much you are getting, 59.4 meter square. 4 meter square. ഓക്കെ, സോ നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് ഹൗ മച്ച്, എത്ര കിട്ടും നിങ്ങൾക്ക്. സോ by 7 ചെയ്യണം കേട്ടോ, by 7 കൂടി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 59.4 meter square. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 59.4 meter square. So that is the curved surface area. അതാണ് the curved surface area. Now what do you need to find? Second question ആയിരുന്നു, the total surface area. Okay, second question, how much steel was actually used? എത്ര സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. if 1/2 of the steel actually used was wasted in making the tank അല്ല, if 1/2 of the steel, 1/2 അതായത് 1/2 ഭാഗം, ഓക്കെ, സ്റ്റീലിൻ്റെ 1/2 ഭാഗം ആക്ച്വലി used was wasted, ഓക്കെ, ഇൻ മേക്കിംഗ് ദ ടാങ്ക്. ടാങ്ക് എന്ന് പറഞ്ഞിട്ട് അത്രയും ഭാഗം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ഹൗ മച്ച് ഈസ് യൂസ്.
Okay, so the total surface area of the tank, what is the total surface area of the tank? That is actually this is closed, അല്ലേ? So total surface area equal to second one ആണ് ഇട്ടത്, total surface area 2 pi r into r plus h, 2 pi r into r plus h. Now you can put the values. We need to calculate the total surface area, അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഈക്വൽ ടു 2 ഇൻറ്റു 22/7 ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ. ആറിൻ്റെ വാല്യൂ എത്രയാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4.2/2 എടുക്കാം, അല്ലെങ്കിൽ അതിന് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ 2.1 എടുത്തു കൊടുക്കും, ബോത്ത് ആർ സെയിം, ഇൻറ്റു 2.1 പ്ലസ് വാട്ട് ഈസ് എച്ച് 4.5. Okay, so that is the value, value of, what do you put, the value of r, ingane put, equal to, now what you can do, 2 into 22/7 into 2.1 into bracket 2.1 in plus 4.5 equal to 2 into 22/7 into 2.1 into 6.6, okay, equal to 6.6. So while you are doing this, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 7 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്യുക 2.1 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, സോ കട്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് യു ആർ ഗെറ്റിംഗ് ദ ആൻസർ, നിങ്ങൾക്ക് ആൻസർ 87.12 മീറ്റർ സ്ക്വയർ. ഇനി ഇത് സോൾവ് ചെയ്യാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഇത് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വിടുന്ന അതൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. സോ ഇഫ് എനി ഡൗട്ട്സ് റിഗാർഡിങ് ദിസ് ഡെസിമലൊക്കെ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ എങ്കിൽ പോലും കുറേ ആൾക്ക് അറിയണ്ടാവില്ല. എനി ഡൗട്ട്സ് റിഗാർഡിങ് ദിസ് യു ക്യാൻ കോൾ ആൻഡ് ഓർ മെസ്സേജ് മീ പേഴ്സണലി, കോൺടാക്ട് ചെയ്യും. സോ യു ആർ ഗെറ്റിംഗ് 87.12 meter square. Now the total area of steel used in making the tent, അല്ല. സോ എത്ര എന്ന് പറയുന്നത് എക്സ് മീറ്റർ സ്ക്വയർ എന്നെടുക്കുക. ഓക്കെ, അതായത് എക്സ് മീറ്റർ സ്ക്വയർ ആണ് മൊത്തം. സോ ടോട്ടൽ സ്റ്റീൽ യൂസ്ഡ്, ഓക്കെ, ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ യൂസ്ഡ്, ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ used, okay, steel used in making tent, in making tent, okay, total area is how much is used, that is x meter square, okay, total area of the steel used in making tent equal to x meter square. Steel wasted in making tent equal to 1/2 of x. എത്രയാണ് ഈ ടോട്ടലിൻ്റെ 1/2 ഭാഗമാണ് വേസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതായത് സ്റ്റീൽ വേസ്റ്റഡ് ഇൻ മേക്കിംഗ് ടെൻറ്റ് ഈക്വൽ ടു 1/2. സ്റ്റീൽ, ഓക്കെ, സ്റ്റീൽ വേസ്റ്റഡ് in steel wasted in making tent equal to 1/2 of x, അല്ല. അപ്പോൾ 1/2 of x 1/2 x എന്ന് എഴുതിയാലും മതി. ഓക്കെ, 1/2 of x എന്ന് പറഞ്ഞാൽ 1/2 x. Now what you can do, okay, 1/2 of x. So the steel actually used in making the tent equal to, what you can do, steel actually used making the tent, steel actually used for making the tent, okay, making the tank equal to how much you got, tank how much you got, പറയൂ, എത്ര നിങ്ങൾക്ക് കിട്ടി? സോ യു ക്യാൻ സബ്ട്രാക്ട് ദിസ്, അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഫ്രം വേർ യു ക്യാൻ സബ്ട്രാക്ട് ദിസ് എക്സ് മൈനസ് 1/2 ഓഫ് എക്സ്, അങ്ങനെയാണ് വരിക. അതായത് എക്സ് മൈനസ് 1/2 എക്സ്, അല്ല, അതായത് എക്സ് മൈനസ് 1/12 എക്സ്. ഓക്കെ, സോ എക്സ് യു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് നിങ്ങൾക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ എക്സ് ഇൻറ്റു 1 മൈനസ് 1/12
equal to cross multiply. So what you can do, 12 into 1, 12 minus 1, 11 by 12x. You are getting 11 by 12x. Okay, so but the total steel is how much is used, the total surface area, the total steel used അല്ല, that is the total steel used in equal to how much, 87, that is the TSA we got 87.12 meter square. Okay, so meter square. Now we need to calculate the how much is the total sheet, that we need to calculate. Okay, so the total now ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും, ഇത് ഏതിന് ഈക്വൽ ആണ് ആക്ച്വലി, 11 by 12x equal to 87.12 അല്ല, ഈ ഏരിയക്ക് ഈക്വൽ ആയില്ലേ. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ആക്ച്വലി ദ വാല്യൂ ഓഫ് എക്സ് അല്ല, എക്സിൻ്റെ വാല്യൂ എത്ര സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നത്. സോ എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, 12 into 87.12 by 11. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് 95.04 95.04 meter square, 95.04 meter square you are getting. So the value of x, that is the steel was actually used the steel quantity we are getting. Okay.